ടി.എ. ഷാഹിദ് കഥ, തിരക്കഥ, സംഭാഷണം എഴുതി വി.എം. വിനു സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമാണ് ബാലേട്ടൻ. പലിശക്കാരനായ ബഷീറും സംഘവും കാർ മെക്കാനിക്കായ സുകുമാരന്റെ വീട്ടിലെത്തി കടം വാങ്ങിയ പണം പലിശ സഹിതം തിരിച്ചു ചോദിക്കുന്നതാണ് ആദ്യ രംഗം. ഉടൻ പണം നൽകാൻ നിർവാഹമില്ലാത്ത സുകുമാരനെ ബഷീറും സംഘവും മർദ്ദിച്ച് തട്ടിക്കൊണ്ടുപോകുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ പലിശ സഹിതം 50,000 രൂപ നൽകണം എന്നാണ് ബഷീറിന്റെയും ഗുണ്ടകളുടെയും ഭീഷണി. വാഹനത്തിലിരുന്ന് സുകുമാരൻ വിളിച്ചു പറയുന്നുണ്ട്. വിവരമറിഞ്ഞ് സുകുമാരന്റെ കൂട്ടുകാർ നാട്ടിലെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് തീർപ്പുണ്ടാക്കുന്ന ബാലനെ അന്വേഷിച്ചിറങ്ങുന്നു. ഒടുവിൽ വളയനാട് ഉത്സവ കൊടിയേറ്റിന് പോയ ബാലേട്ടനെ അവർ കണ്ടെത്തി. എന്നാൽ ബാലേട്ടൻ ഇവരിൽ നിന്ന് ഒഴിഞ്ഞു മാറി. എങ്കിലും പ്രശ്നം കേട്ടപ്പോൾ അതിൽ ഇടപെടുന്നു. ഭാര്യയെ വിളിച്ച് ഒരു നുണ പറഞ്ഞതിന് ശേഷം കൂട്ടുകാരുമൊത്ത് സുകുമാരനെ പൂട്ടിയിട്ടിരിക്കുന്ന തലശ്ശേരിയിലെ ലോഡ്ജിലേക്ക് യാത്രയായി. ബഷീറിന് ബ്ലാങ്ക് ചെക്ക് നൽകി സുകുമാരനെ കൂട്ടിക്കൊണ്ടുപോരുകയാണ് ബാലേട്ടനും കൂട്ടരും. കേവലം ബാങ്ക് അക്കൗണ്ടന്റായ ബാലൻ കടം വാങ്ങിയും തിരിമറി നടത്തിയും ബ്ലാങ്ക് ചെക്ക് നൽകിയും തൽക്കാലം കാര്യം കാണുന്ന ഒരു അഭ്യാസിയാണ്. റിട്ടയർഡ് പോസ്റ്റ് മാസ്റ്ററായ ബാലന്റെ അച്ഛൻ തനിക്ക് കിട്ടിയ പ്രൊവിഡന്റ് ഫണ്ടുമായി ചില ബഡ്ജറ്റുകൾ തയ്യാറാക്കുകയാണ്. ഈ സംഭാഷണത്തിനിടയിൽ ബാലൻ എന്ന സാമൂഹ്യ പ്രതിബദ്ധതയുള്ള തന്റെ മകനോടുള്ള മതിപ്പ് വെളിപ്പെടുകയാണ്. പക്ഷേ എന്താ ഏതാന്നറിയാതെ നമ്മൾ പോയി വാങ്ങിയിട്ട് അവസാനം അയ്യടാന്നാവരുതല്ലോ. അതുകൊണ്ട് അക്കാര്യം ബാലനെ ഏൽപ്പിക്കുന്നു. എന്നാ പിന്നെ വാഷിംഗ് മെഷീൻ പോയിട്ട് ഒരു സോപ്പ് പെട്ടി പോലും ഈ കുടുംബത്തിലേക്ക് കിട്ടില്ല. പ്രൊവിഡന്റ് ഫണ്ടുമായി വാഷിംഗ് മെഷീൻ വാങ്ങാൻ ഇളയ മകനെയും കൂട്ടി, അതായത് ബാലന്റെ അനുജനെയും കൂട്ടി അച്ഛൻ ഷോറൂമിലേക്ക്. ബാലന്റെ എല്ലാ കാര്യങ്ങളിലും പാരവെച്ച് നടക്കുന്ന അനിയൻ സുധി ഇവിടെയും ഒരു പണി കൊടുക്കുന്നു. ബാലൻ ഈ കടയിൽ നിന്ന് മുൻപ് വാങ്ങിയ ഫ്രിഡ്ജിന്റെ പണം ഇവിടെ നൽകിയിട്ടില്ല. മാനേജറെ വിളിച്ച് കാര്യം പറഞ്ഞ് ആ പണം, അതായത് 9,500 രൂപ അച്ഛനിൽ നിന്ന് വാങ്ങി കടയിൽ നൽകി ബാലൻ വരുത്തിവെച്ച കടം വീട്ടുന്നു. വാഷിംഗ് മെഷീൻ വാങ്ങാൻ വെച്ച പണം കടം വീട്ടാൻ നൽകിയതോടെ വാഷിംഗ് മെഷീൻ വാങ്ങാൻ കഴിയാതെ അച്ഛൻ നിരാശനായി മടങ്ങുന്നു. ഈ വിവരം ബാലേട്ടൻ കൂട്ടുകാർ വഴി അറിയുന്നു. ബാലൻ ഒരു ടാക്സിക്കാരിൽ വീട്ടിൽ വന്നിറങ്ങുകയാണ്. ശകാരിക്കാൻ അച്ഛനും അമ്മയും, എരിതീയിൽ എണ്ണയൊഴിക്കാൻ അനിയനും കാത്തു നിൽക്കുന്നു. ഒന്നുമറിയാതെ ബാലന്റെ ഭാര്യയും 2 മക്കളും. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് താൻ വാങ്ങിയ വാഷിംഗ് മെഷീൻ വണ്ടിയിൽ നിന്നിറക്കാൻ ബാലൻ പറയുന്നു. അച്ഛനുള്ള പയറ് വിത്തും അമ്മയ്ക്കുള്ള പഞ്ചക കസ്തൂരിയും ബാലൻ വാങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഹാപ്പി. എന്നാൽ അനിയൻ സുധിയുടെ കൂട്ടുകാരന്റെ കടയിൽ നിന്നാണ് വാഷിംഗ് മെഷീൻ വാങ്ങിയതെന്നും ആ പണം താൻ തന്നെ നൽകേണ്ടി വരുമെന്നും ബാലേട്ടൻ സുധിയോട് പറയുമ്പോൾ സുധി ഞെട്ടുന്നു. താൻ ഓണം കുറെ ഉണ്ടതാണെന്ന ഭാവത്തിൽ ബാലേട്ടനും. നല്ല ഭർത്താവായ ബാലൻ ഭാര്യയെയും മക്കളെയും സ്നേഹത്തോടെ കരുതുന്നതും കാണാം. ബാങ്ക് അക്കൗണ്ടന്റായ ബാലൻ മാനേജറായ പിഷാരടിയുമായി കലാപരമായ ഒരടുപ്പം കൂടി സൂക്ഷിക്കുന്നു. ബാങ്ക് എംപ്ലോയീസ് മീറ്റിൽ പിഷാരടിയുടെ നാടകത്തിൽ പ്രധാന വേഷം ചെയ്യേണ്ടത് ബാലനാണ്. എന്നാൽ നാടകം തുടങ്ങുന്നതിന് മുൻപ് അപകടത്തിൽ പരിക്കുപറ്റിയ പഞ്ചായത്ത് പ്രസിഡന്റിന് രക്തം നൽകാൻ ബാലൻ ഉടൻ പുറപ്പെട്ടതോടെ നാടകം മുടങ്ങുകയാണ്. ഇവിടെയെല്ലാം നാടിന്റെ പ്രശ്നങ്ങൾ തന്റെയും പ്രശ്നമാണെന്ന് ബാലൻ തന്റെ പ്രവൃത്തിയിലൂടെ പറയുകയാണ്. അച്ഛൻ ഇടയ്ക്കിടെ മൂകാംബികയിലേക്ക് തീർത്ഥയാത്ര പോകാറുണ്ട്. അച്ഛന്റെ കൂട്ടുകാരൻ അച്ചുമാമ ഈ കുടുംബത്തിൽ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ്. സുകുമാരനെ പലിശക്കാരൻ ബഷീറിൽ നിന്ന് രക്ഷിക്കാൻ ബാലൻ നൽകിയ ചെക്ക് മടങ്ങി കേസായി. ബാലൻ സബ് ജയിലിലാകുന്നു. ഈ വാർത്ത പരക്കുന്നു. ബഷീറിന് പണം നൽകിയെങ്കിലും സുകുമാരൻ ബ്ലാങ്ക് ചെക്ക് തിരികെ വാങ്ങിയിരുന്നില്ല. അങ്ങനെ ബഷീർ ചെക്ക് മടങ്ങിയതിന് കേസ് കൊടുത്ത് ചതിക്കുകയായിരുന്നു. ബാലൻ ജയിലിലായ വിവരമറിഞ്ഞ് അമ്മായിയച്ഛൻ രോഷത്തോടെ എത്തുന്നു. കുടുംബത്തിൽ മാനഹാനി ഉണ്ടായതിൽ പരിഭവം പറയുന്നു. കോടതിയിൽ കേസിന്റെ വാദം നടക്കുമ്പോൾ അച്ഛൻ കയറി വന്ന കോടതിയിൽ നേരിട്ട് പണം നൽകി കേസിൽ നിന്ന് ബാലനെ രക്ഷിക്കുകയാണ്. കോടതി നടപടിക്രമങ്ങളെക്കുറിച്ച് അറിയാത്ത നിസ്സഹായനായ ഒരാൾ എന്ന നിലയിലാണ് അച്ഛൻ കോടതിയിൽ എത്തിയത്. പിന്നീട് പ്രതികാര ബുദ്ധിയോടെ ബാലൻ ബഷീറിന്റെ അടുത്ത് പണം തിരികെ ചോദിച്ച് എത്തുകയാണ്. മുൻപ് നൽകിയത് കൂടാതെയാണ് അച്ഛൻ കോടതിയിൽ പണം നൽകിയത്. ഇവിടെ ബഷീറുമായി സംഘട്ടനം നടക്കുന്നു. എന്നാൽ പണം എടുക്കാതെ ബഷീറിന്റെ മുഖത്ത് വാരിയെറിഞ്ഞ് ബാലേട്ടൻ പോകുന്നു. പ്രശ്നങ്ങളിൽ മനസ്സു വേദനിച്ച അച്ഛൻ സ്നേഹത്തോടെ ബാലനെ ഉപദേശിക്കുകയാണ്. എന്നാൽ ഇനി തന്റെ ഭാഗത്തു നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്ന് ബാലൻ അച്ഛന് വാക്കു നൽകുന്നു. ഭാര്യ രാധികയും പരിഭവം പറയുമ്പോൾ അവിടെയും ബാലൻ ഉറപ്പു നൽകുകയാണ് ഇനി പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന്.
ജയിലിൽ നിന്നിറങ്ങി ബാങ്കിലെത്തിയ ബാലനെ സഹപ്രവർത്തകർ പരിഹസിക്കുന്നുണ്ടെങ്കിലും ബാലൻ ആത്മസംയമനം പാലിക്കുകയാണ്. ചെയറിൽ ഇരുന്ന ഉടനെ വരുന്ന ഫോൺ കോളിന് മുൻപ് ബാലൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രശ്നക്കാർ ആയിരിക്കരുതേ എന്ന്. ഭദ്രൻ എന്ന് പരിചയപ്പെടുത്തിയ ഒരാളാണ് ഫോണിൽ. അയാൾക്ക് അത്യാവശ്യമായി ബാലനെ കാണണം. താൻ ഒരു പ്രശ്നത്തിലാണ്, പരിഹരിക്കാൻ ബാലനെ കഴിയൂ എന്നാണ് അയാൾ പറയുന്നത്. ബീച്ചിൽ കാത്തുനിൽക്കുന്ന ഭദ്രന്റെ അടുത്തേക്ക് ബാലൻ നടന്നെത്തുന്നു. ബാലന്റെ അനിയത്തിയുമായി താൻ ഇഷ്ടത്തിലാണെന്നും അവളെ തനിക്ക് വിവാഹം കഴിപ്പിച്ച് തരണമെന്നുമാണ് ഭദ്രൻ പറയുന്നത്. ഇക്കാര്യം കേട്ട് ഞെട്ടിയ ബാലൻ എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ്. എന്നാൽ ഈ വിവാഹം നടത്തി തരുന്നില്ലെങ്കിൽ താൻ നടത്തും എന്ന വാശിയോടെ ഭദ്രൻ പിരിയുന്നു. അനിയത്തിയുടെ പ്രണയവും ഭദ്രന്റെ വിവാഹാഭ്യർത്ഥനയും അറിഞ്ഞ ബാലൻ അനിയത്തി രേവതിയെ തല്ലുന്നു. തനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് കരയുന്ന പെങ്ങൾ, നിജസ്ഥിതി അറിയാതെ അച്ഛനും അമ്മയും ബാലന്റെ ഭാര്യയും. ഈ പ്രശ്നത്തിൽ അച്ഛൻ ബാലനെ ശകാരിച്ച് വീട്ടിൽ നിന്ന് ഇറക്കിവിടുന്നു. ഇനിയൊരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് വാക്കു പറഞ്ഞ ബാലന് വാക്കു പാലിക്കാൻ കഴിയാതെ പോകുന്ന തരത്തിൽ പ്രശ്നങ്ങൾ വന്നുചേരുന്നു. രാത്രി വീട്ടിലെത്തുന്ന ബാലനെ അനിയൻ ഉപദേശിക്കാൻ വരുന്നുണ്ട്. അച്ഛൻ മൂകാംബികയിൽ പോയതാണ്. ഇപ്പോൾ തന്നെ ഒരു ഫോൺ കോൾ. അച്ഛൻ ആശുപത്രിയിലാണ്. അമ്മയോട് വിവരം പറയാതെ ബാലൻ പോകുന്നു. ചെറിയ അറ്റാക്ക് വന്നാണ് അച്ഛൻ അഡ്മിറ്റായത്. വീട്ടിൽ തിരിച്ചെത്തിയ അച്ഛൻ്റെ ആരോഗ്യസ്ഥിതി വഷളായി കണ്ടപ്പോൾ അമ്മ കാര്യം തിരക്കി. അപ്പോഴാണ് ആശുപത്രിയിലായ വിവരം വീട്ടിൽ അറിയുന്നത്. വീട്ടുകാരെ ഒരു കാര്യങ്ങളിലും വിഷമിപ്പിക്കാതിരിക്കാൻ ബാലൻ നന്നേ പണിപ്പെടുന്നുണ്ട്. ബാലനുമായി തനിച്ച് സംസാരിക്കാൻ അച്ഛൻ വിളിക്കുകയാണ്. വീട്ടിലുണ്ടായ പ്രശ്നങ്ങളിലും ശകാരിച്ചതിലും അച്ഛൻ മനസ്താപം പ്രകടിപ്പിക്കുന്നു. ഇവിടെ ഇത്രയും കാലം അച്ഛൻ മറച്ചുവെച്ച ഒരു സത്യം മകനോട് തുറന്നു പറയുകയാണ്. ബാലൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം. അച്ഛന് കണ്ണൂരിലേക്ക് സ്ഥലമാറ്റം കിട്ടിയ സമയം. ഒരു ബസ് യാത്രയിൽ വെച്ച് വീട് നഷ്ടപ്പെട്ട ആശ്രയമില്ലാതായ ഒരച്ഛനെയും വിവാഹപ്രായമെത്തിയ മകളെയും കണ്ടുമുട്ടുന്നു. അന്ന് രാത്രി അവർക്ക് താമസിക്കാൻ വാടക വീട്ടിൽ ഇടം നൽകുകയാണ് അച്ഛൻ. എന്നാൽ പിറ്റേ ദിവസം അഭയം നൽകിയ പെൺകുട്ടിയുടെ അച്ഛൻ ആത്മഹത്യ ചെയ്ത കാഴ്ചയാണ് കണ്ടത്. അനാഥയായ ഈ പെൺകുട്ടിക്ക് അച്ഛൻ ആശ്രയമായി. അച്ഛൻ മകനോട് ആ സത്യം പറയുകയാണ്. അച്ഛന് മറ്റൊരു കുടുംബമുണ്ട്. അതിൽ 2 മക്കളുണ്ട്. ഭദ്രൻ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞത് തൻ്റെ 2ാം വിവാഹത്തിലെ മകളെയാണെന്നും അച്ഛൻ പറയുന്നുണ്ട്. ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനാകാതെ ബാലൻ അസ്വസ്ഥനായി. നെഞ്ചുപിടഞ്ഞ് അച്ഛൻ നിലത്ത് വീണു. ആശുപത്രി കിടക്കയിൽ കിടന്ന് ആ കുടുംബത്തെയും 2 പെൺമക്കളെയും ഉപേക്ഷിക്കരുത്, ഇക്കാര്യം അമ്മയും മറ്റുള്ളവരും അറിയരുത് എന്നും അപേക്ഷിച്ച് അച്ഛൻ മരിക്കുന്നു. വീടിന്റെ വിളക്കായിരുന്ന അച്ഛൻ്റെ വേർപാടിൽ തകർന്ന ബാലനും കുടുംബാംഗങ്ങളും. ബാലൻ ആത്മസംഘർഷത്തിലാവുകയാണ്. അച്ഛൻ്റെ 2ാം വിവാഹകാര്യം മറച്ചുവെക്കുകയും വേണം. അമ്മയെയും 2 പെൺമക്കളെയും സംരക്ഷിക്കുകയും വേണം. മച്ചിൻപുറത്തെ അച്ഛൻ്റെ പെട്ടിയിൽ നിന്ന് അഡ്രസ് എടുത്ത് തെക്കേപ്പാടത്ത് ശ്രീദേവി അമ്മയെയും മക്കളെയും കാണാൻ ബാലൻ യാത്ര തിരിച്ചു. അതെ, ഈ തെക്കേപ്പാടത്ത് ശ്രീദേവി അമ്മയുടെ വീട് ഏതാണ്? നേരെ പോയി വലത്തോട്ട് തിരിഞ്ഞ് ആദ്യം കാണുന്ന വീട്. ബാലനെ കണ്ട് മനസ്സിലാകാതെ ദേവിയുടെ മക്കൾ പരിഭ്രമിക്കുകയാണ്. ബാലൻ സ്വയം പരിചയപ്പെടുത്തുന്നു. ഞാൻ നിങ്ങളുടെ ചേട്ടനാണ്, ബാലേട്ടൻ. ഇനി നിങ്ങൾക്ക് ഞാനുണ്ട് എന്ന് ഉറപ്പം നൽകി ബാലൻ തിരിച്ചു പോരുന്നു. ശ്രീദേവി അമ്മയെയും മക്കളെയും കാണാൻ ബാലൻ വീണ്ടും വീട്ടിലെത്തുന്നു. ഈ സമയം ഇവിടെ ഭദ്രൻ എത്തുകയാണ്. ഭദ്രന്റെ അച്ഛൻ 22 വർഷങ്ങൾക്ക് മുൻപ് ശ്രീദേവി അമ്മയ്ക്ക് നൽകിയതാണ് ഈ വീട്. അതിന്റെ അവകാശം പറഞ്ഞാണ് ഭദ്രൻ പിന്നാലെ നടക്കുന്നത്. 2 പെൺമക്കളെ ചൂണ്ടി ഭദ്രൻ വിലപേശുന്നുമുണ്ട്. ഇവിടെ ബാലനുമായി സംഘട്ടനമുണ്ടാകുന്നു. ഈ മണ്ണിൽ കാലു കുത്തരുതെന്ന് ബാലന് താക്കീത് നൽകുന്നു ഭദ്രൻ. ശ്രീദേവി അമ്മയും ഗതികേടുകൊണ്ട് ബാലന് എതിരായി സംസാരിക്കുന്നു. രാത്രി വീട്ടിൽ തിരിച്ചെത്തിയ ബാലന്റെ പിന്നാലെ ഭദ്രനും എത്തുന്നുണ്ട്. ബാലനെ ശ്രീദേവി അമ്മയും മക്കളും മുറിയിൽ ഒളിപ്പിക്കുന്നു. ഭദ്രന്റെ വെല്ലുവിളി കേട്ട ബാലൻ സംയമനം പാലിക്കുന്നുണ്ട്. മുൻപൊരിക്കൽ ഭദ്രൻ തന്റെ അച്ഛനെ ഉപദ്രവിച്ച കഥയും മറ്റും ശ്രീദേവി അമ്മ ബാലനോട് പറഞ്ഞു. രാവിലെ മക്കളെ ഗുണ്ടൽപേട്ടയിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞാണ് ഭദ്രൻ പോയിട്ടുള്ളത്. ഉടൻ തന്നെ ബാലൻ അമ്മയെയും മക്കളെയും സുരക്ഷിതമായി മറ്റൊരിടത്തേക്ക് മാറ്റി. തുടർന്ന് ബാലനെ കാപ്പാട് ബീച്ചിൽ ഒരു പെൺകുട്ടിയുടെ കൂടെ കണ്ടതായി അനിയൻ സുധി വീട്ടിൽ പറയുന്നു.
ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ബാലൻ നുണ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. പിന്നീട് ഭദ്രൻ ബാലന്റെ നാട്ടിലേക്കെത്തി. ബാലന്റെ കൂട്ടുകാരുമൊത്ത് മദ്യപിക്കുന്നു. ബാലന്റെ കൂട്ടുകാരനാണെന്നാണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഭദ്രൻ ബാലനെ പ്രകോപിതനാക്കാൻ ശ്രമിക്കുകയാണ്. പ്രതികരിച്ചാൽ അച്ഛന്റെ അവിഹിത ബന്ധത്തിന്റെ കഥ പുറത്താകുമെന്ന് ഭയന്ന് ബാലൻ സംയമനം പാലിക്കുന്നു. കഴിഞ്ഞ 22 വർഷമായി അച്ഛന്റെ രണ്ടാം ഭാര്യയും മക്കളും താമസിക്കുന്ന വീട് ഭദ്രന്റെ അച്ഛൻ്റെതാണ്. അതിന്റെ വാടക ഇനത്തിൽ കുറഞ്ഞത് 3.5 ലക്ഷം രൂപ തനിക്ക് നൽകണമെന്ന് ഭദ്രൻ പറയുന്നു. ഇല്ലെങ്കിൽ 2 പെൺമക്കളിൽ മൂത്തവളായ അംബികയെ താൻ വിവാഹം കഴിക്കുമെന്ന ഭീഷണിയും മുഴക്കുന്നുണ്ട്. ഇവിടെയെല്ലാം ബാലൻ സമ്മർദ്ദത്തിലാവുകയാണ്. ഇതിനിടയിൽ അംബിക സ്നേഹിക്കുന്ന പയ്യനുമായുള്ള വിവാഹം ഉടൻ നടത്താനുള്ള ക്രമീകരണങ്ങൾ ബാലൻ നടത്തുന്നുണ്ട്. കടുത്ത സമ്മർദ്ദത്തിലായ ബാലൻ അച്ഛന്റെ രണ്ടാം ഭാര്യയിലുള്ള മകളെ വിവാഹം കഴിപ്പിക്കാനുള്ള തുക സംഘടിപ്പിക്കാൻ വീടിന്റെ ആധാരം അമ്മയറിയാതെ എടുക്കുകയാണ്. രണ്ടാം വിവാഹബന്ധം പുറത്തറിയിക്കരുത് എന്ന അച്ഛന്റെ അപേക്ഷ പാലിക്കാൻ ബാലൻ പണിപ്പെടുകയാണ്. അംബികയുടെ വിവാഹത്തിനുള്ള സ്വർണം വാങ്ങി മടങ്ങുമ്പോൾ ബാലന്റെ അമ്മായിയച്ഛൻ ഇരുവരെയും കാണുന്നു. അയാൾ വീട്ടിലെത്തി രാധികയോട് ഇക്കാര്യം പറഞ്ഞ് ബഹളം വയ്ക്കുന്നു. ബാലനോടും ചോദിക്കുന്നു. എന്നാൽ നിസ്സഹായനായ ബാലൻ സത്യം തുറന്നു പറയാൻ പറ്റാതെ ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുന്നു. തന്നെ കുറ്റം പറയുന്നത് സഹിക്കാനാകാതെ ബാലൻ വികാരാധീനനാവുകയാണ്. താൻ കുടുംബത്തിലും രാധികയുടെ സഹോദരിക്കും അനിയനും ചെയ്ത ഉപകാരങ്ങൾ എണ്ണിപ്പറഞ്ഞ് ജയിക്കാനും ചില കാര്യങ്ങൾ മറയ്ക്കാനും ശ്രമിക്കുന്നു. അച്ഛനോടുള്ള വിശ്വസ്തതയെ പ്രതി ബാലൻ ആരുമറിയാതെ അംബികയുടെ വിവാഹം ഭംഗിയായി നടത്തുന്നു. തിരിച്ചു വീട്ടിലെത്തിയ ബാലനെ സഹോദരി അവഗണിക്കുന്നു. സങ്കടപ്പെട്ട് കിടക്കുന്ന ബാലന് മക്കൾ ആശ്വാസമാകുന്നു. പൊടുന്നനെ അനിയൻ സുധി പ്രകോപിതനായി വീട്ടിലെത്തുന്നത് കാണാം. വീടിന്റെ പ്രമാണം പണയം വെച്ച കാര്യം അറിഞ്ഞാണ് അനിയന്റെ വരവ്. ഇക്കാര്യം സുധി പരസ്യമായി വെളിപ്പെടുത്തുന്നതോടെ ബാലന്റെ കളി വെളിച്ചത്താവുകയാണ്. ഇവിടെ ആദ്യമായി അമ്മ ബാലനെ അടിക്കുന്നു. അമ്മയ്ക്കും കുടുംബാംഗങ്ങൾക്കും ബാലനോടുള്ള വിശ്വാസ്യത നഷ്ടമാവുകയാണ്. ബാലനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നതിന് തുല്യമായ സാഹചര്യം. ഒന്നുമറിയാതെ ബാലന്റെ മക്കളും വേദനയോടെ നിൽക്കുന്നു. വീടിന്റെ ആധാരമില്ലാതെ ഈ പടി ചവിട്ടരുത് എന്ന സുധിയുടെ മുന്നറിയിപ്പ് കേട്ടാണ് ബാലൻ വീട് വിട്ടിറങ്ങുന്നത്. ഈ ഒറ്റപ്പെടലിൽ ബാലൻ അച്ചുമാമയെ കാണുകയാണ്. തന്റെ അച്ഛന്റെ രണ്ടാം വിവാഹകാര്യം അച്ചുമാമയ്ക്കും അറിയാം. ആ രഹസ്യം സൂക്ഷിക്കുന്നതിന്റെ വേദന അയാളെയും അലട്ടുന്നുണ്ട്. എല്ലാം തുറന്നു പറഞ്ഞ് സ്വസ്ഥനാകാൻ അച്ചുമാമ ബാലനെ ഉപദേശിക്കുന്നുണ്ടെങ്കിലും അച്ഛൻ പറഞ്ഞതനുസരിച്ച് ബാലന് അച്ഛന്റെ രണ്ടാം വിവാഹകാര്യം മറച്ചുവെച്ചേ മതിയാകൂ എന്ന് അച്ചുമാമയോട് ബാലൻ പറയുന്നു. 2 കുടുംബങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ബാലൻ അനുഭവിക്കുന്ന അപമാനവും മാനസിക സമ്മർദ്ദവും തിരിച്ചറിഞ്ഞ അച്ചുമാമ ഇക്കാര്യം ശ്രീദേവി അമ്മയെയും ഇളയ മകളെയും അറിയിക്കുന്നുണ്ട്. ഇതിനിടയിൽ തന്റെ സഹോദരിയുടെ പെണ്ണുകാണൽ ചടങ്ങ് നടക്കുന്ന കാര്യം കൂട്ടുകാരൻ വഴി അറിഞ്ഞ് ബാലൻ വീട്ടിലെത്തുന്നു. അമ്മായിയച്ഛൻ വഴിയാണ് ഈ വിവാഹ ആലോചന വന്നിരിക്കുന്നത്. ഇവിടെ വെച്ച് ബാലനെ അമ്മായിയച്ഛൻ അപമാനിക്കുന്നുണ്ട്. അനിയത്തെ പെണ്ണുകാണാൻ വന്ന പയ്യനെ കണ്ട് ബാലൻ നടുങ്ങുന്നു. ഭദ്രൻ, ബാലന്റെ വില്ലനാണ് പയ്യൻ. ഭദ്രൻ ചോദിച്ച വാടക പണം നൽകാത്തതിന്റെ വാശിയിലുമാണ് ഭദ്രൻ. ഇവിടെയും ബാലന്റെ സമ്മർദ്ദങ്ങൾ കൂടുകയാണ്. ഭദ്രൻ തിരിച്ചു പോകുമ്പോൾ ബാലൻ ഭദ്രനെയും കൂട്ടരെയും വഴിതടഞ്ഞ് ആക്രമിക്കുന്നു. ഭദ്രനെ മർദ്ദിച്ച് അവശനാക്കി അവിടെ നിന്ന് മാറ്റുന്നു. മുസ്തഫ ഗൾഫിൽ നിന്ന് തിരിച്ചെത്തുന്നു. വഴിയിൽ വെച്ച് ബാലനെ കാണുന്നു. ബാലൻ സഹായിച്ചിട്ടാണ് മുസ്തഫ ഗൾഫിൽ പോയത്. ബാലൻ ചെയ്ത ഉപകാരങ്ങൾ മുസ്തഫ ഇപ്പോൾ എണ്ണിപ്പറയുന്നുണ്ട്. കൊടുത്ത പണവും വാങ്ങിയ പണവും മറക്കുന്ന ബാലൻ ആദ്യമായി പണം തിരികെ ചോദിക്കുന്നു. മുസ്തഫയോട് 3 ലക്ഷം രൂപ ചോദിച്ചപ്പോൾ 3 ലക്ഷമല്ല, സമ്പാദ്യം മുഴുവൻ നൽകാം എന്ന് പറഞ്ഞ് മുസ്തഫ ബാലന്റെ കൂടെ നിൽക്കുന്നു. ആ 3 ലക്ഷം രൂപ കിട്ടിയിട്ട് വേണം ബാലന് വീടിന്റെ പ്രമാണം തിരികെ എടുക്കാൻ. സ്വന്തം പെങ്ങളെ കെട്ടാൻ വന്നയാളെ ബാലൻ മർദ്ദിച്ചതിനെ ചൊല്ലി വീട്ടിൽ പ്രശ്നമുണ്ടാകുന്നു. പൊടുന്നനെയാണ് ശ്രീദേവി അമ്മയുടെ ഇളയ മകൾ അംബിക ബാലന്റെ വീട്ടിലേക്ക് കയറി വരുന്നത്. ബീച്ചിൽ വെച്ച് ബാലേട്ടനോടൊപ്പം കണ്ട പെൺകുട്ടിയെ സുധി തിരിച്ചറിയുന്നു. അവിഹിത ബന്ധമാണെന്ന് തെറ്റിദ്ധരിച്ച അവർ അംബികയെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. സത്യങ്ങൾ തുറന്നു പറഞ്ഞ് ബാലനെ രക്ഷിക്കാനാണ് അംബിക ശ്രമിക്കുന്നത്. പ്രകോപിതരായ സുധിയും ബാലന്റെ അമ്മായിയച്ഛനും അതിന് സമ്മതിക്കുന്നില്ല. സുധി അംബികയെ ആക്രമിക്കുന്നത് കണ്ട് കയറി വന്ന ബാലൻ സുധിയെ മർദ്ദിക്കുന്നു. ഇതോടെ എല്ലാവരും ബാലന് എതിരാകുന്നു. ഈ വാക്ക് തർക്കത്തിനിടയിൽ ബാലൻ ചില സൂചനകൾ നൽകുന്നുണ്ട്. കോപത്തിൽ ജ്വലിച്ച അമ്മ ബാലനെ ശപിക്കുകയാണ്. നശിച്ചു പോ നീ.
ബാലൻ അംബികയെയും കൊണ്ട് വീട് വിട്ടിറങ്ങാൻ ശ്രമിക്കുന്നു. എന്നാൽ രാധിക മക്കളെയും കൊണ്ട് വീട് വിട്ടിറങ്ങുന്നു. പെട്ടെന്നാണ് അച്ചുമാമയുടെ വരവ്. അച്ചുമാമ സത്യങ്ങൾ പറയാതിരിക്കാൻ ബാലൻ അച്ചുമാമയെ തടയുന്നു. എന്നാൽ അച്ചുമാമ സത്യം തുറന്നു പറയുകയാണ്. അച്ഛൻ്റെ 2ാം വിവാഹകാര്യവും അംബിക അച്ഛൻ്റെ മകളാണെന്നും ആധാരം പണയപ്പെടുത്തിയത് മൂത്ത മകൾ രാധികയുടെ വിവാഹം നടത്താനാണെന്നും ഭദ്രൻ കഥയിലെ വില്ലനാണെന്നും ഒക്കെയുള്ള സത്യങ്ങൾ ഇവിടെ അച്ചുമാമ തുറന്നു പറയുന്നു. കുടുംബത്തിൻ്റെയും നാട്ടുകാരുടെയും നന്മയ്ക്ക് വേണ്ടി നെട്ടോട്ടമോടുന്ന സത്യസന്ധനായ ബാലനെ മനസ്സിലാക്കാൻ കഴിയാതെ പോയതിൽ അമ്മയും അമ്മായിയച്ഛനും അനിയനും ഭാര്യയുമെല്ലാം പശ്ചാത്തപിക്കുന്നു. എല്ലാവരും ബാലനോട് ക്ഷമ ചോദിക്കുകയാണ്. കൂട്ടുകാർ വീണ്ടും നാട്ടിലെ പ്രശ്നങ്ങളുമായി ബാലനെ തേടി വരികയാണ്. വീട്ടുകാരുടെ അനുവാദത്തോടെ ബാലൻ വീണ്ടും നാട്ടുകാരുടെ ബാലനായി.